ടി ജി, ഇന്നലെ മുതൽ എൻ്റെ ഒരു സംശയം, ഹിന്ദു എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പോൾ ഇന്നലെ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിയുടെ വിവാദ പ്രസംഗം, അതിന് കെ.സി. വേണുഗോപാലിൻ്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ചത്, രാഹുലും പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ബി.ജെ.പിക്കാരായ ഹിന്ദുക്കളെയാണ്. യഥാർത്ഥ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ ഹിന്ദുക്കളാണ്. ഇങ്ങനെ 2-3 തരം ഹിന്ദുക്കളുണ്ട്. ശരിക്കും ആരാണ് ഹിന്ദു? ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നാണ് ഹിന്ദു. രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെല്ലാം അക്രമകാരികളാണ്, അഹിംസ ചെയ്യുന്നവരാണ്, അത് വലിയ ബഹളമൊക്കെ ആയി. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു RSSകാരും BJPക്കാരും ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സംഭവിച്ചതെന്താ? RSSകാരും BJPക്കാരും അക്രമവാസനയുള്ളവരല്ല, അഹിംസക്കാരല്ല, ബാക്കി ഹിന്ദുക്കളാണ് കുഴപ്പക്കാർ. ഇങ്ങനൊരു അർത്ഥം. കെ.സി. വേണുഗോപാലിന് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ല. അപ്പോൾ ഗാന്ധി എടുത്തിട്ടാൽ ഇവർ രക്ഷപ്പെടുമെന്നാണ്. ഗാന്ധി എവിടെ നിൽക്കുന്നു, ഇപ്പോഴത്തെ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? ഗാന്ധി ഭഗവത്ഗീതയ്ക്ക് എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. കെ.സി. വേണുഗോപാൽ അത് കണ്ടിട്ടുണ്ടോ? അമ്പാടി കാവമ്മ തർജ്ജമ ചെയ്തിട്ട് മലയാളത്തിൽ മാതൃഭൂമി ഇറക്കിയിട്ടുണ്ട്. എത്രയോ വർഷമായിട്ട് അവൈലബിളാണ് അനാസക്തി യോഗം. യു റീഡ് ദാറ്റ്, യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹു ഈസ് എ ഹിന്ദു. ഇനി കെ.സി. വേണുഗോപാലിനെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി പ്ലെയിനായിട്ട് പറഞ്ഞു, ഞാനൊരു സനാതനി ഹിന്ദുവാണ് എന്ന് പറഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയ ചക്രവാളത്തിൽ ഈ വാക്ക് അതിന് മുമ്പോ അതിന് ശേഷമോ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഗാന്ധിജി രാഷ്ട്രീയക്കാരനും കൂടെ ആയിരുന്നല്ലോ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കക്ഷി രാഷ്ട്രീയം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ബട്ട് രാഷ്ട്രത്തെ സംബന്ധിച്ച് ഉത്കടമായ വ്യാകുലതയും കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു ഗാന്ധി. ഗാന്ധിയാണ് ഞാനൊരു സനാതനി ഹിന്ദുവാണ് എന്ന് പറഞ്ഞത്. ഇത് പറയാൻ കെ.സി. വേണുഗോപാൽ തയ്യാറാണ്. ഇത് പറയാൻ ഇപ്പോൾ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി തയ്യാറാണ്. ക്യാമ്പയിൻ ചെയ്യുമ്പോൾ പ്രിയങ്ക ഗാന്ധി തയ്യാറാണ്. ഞാൻ സനാതനി ഹിന്ദുവാണ് എന്ന് വയനാട്ടിൽ വന്ന് പറയാൻ തയ്യാറാണ്. വയനാട്ടിൽ കോൺഗ്രസിൻ്റെ കൊടിയുണ്ടായിരുന്നില്ല, ഓർമ്മയുണ്ടല്ല? അല്ല, ലീഗിൻ്റെ. കോൺഗ്രസിൻ്റെ ഇല്ല. കാരണം ലീഗിൻ്റെ വയ്ക്കാൻ നിർവാഹമില്ല, അതുകൊണ്ട് കോൺഗ്രസിൻ്റെയും കൂടെ വെച്ചില്ല. ഒരു കൊടിയും ഇല്ലാതെയാണ് പച്ചയും ചുവപ്പും ഒക്കെയുള്ള ബലൂണായിരുന്നു. അപ്പോൾ ഈ പരിപാടി കാണിച്ച ടീമാണ് ഇപ്പോൾ ഞാൻ ഗാന്ധിജിയുടെ ഹിന്ദുവാണ്. ഗാന്ധിജിയുടെ ഹിന്ദു ആണെങ്കിൽ ആ പ്രവൃത്തിയെങ്കിലും കാണിക്കണം. ഗാന്ധിജിയുടെ ഹിന്ദു ആയിട്ട് തിരക്കേടില്ല, എല്ലാവരും ഗാന്ധിയുടെ ഹിന്ദുക്കളാണ്. ഗാന്ധിക്ക് വേറെ ഹിന്ദുത്വമൊന്നുമില്ല, ഹിന്ദുത്വം ഒന്നേ ഉള്ളൂ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ബുദ്ധിജീവികൾ ഇത് ശരിക്കും മനസ്സിലാക്കിയവരുണ്ട്, പക്ഷെ അവർക്ക് പ്രാമുഖ്യം കിട്ടിയില്ല പാർട്ടിയിൽ. അതിന് കാരണം വേറൊരു ഡൈനമിക്സാണ്. അവരുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RSSന് കളമൊരുക്കിയത് മഹാത്മാഗാന്ധിയാണ്. ഇത് ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻസ് വെച്ച് അവർ തെളിയിക്കുന്നു. ഫൈൻ അനാലിസിസ് ആണ് അവരുടെ. എങ്ങനെയാണ് RSSന് ഭാരതത്തിൽ വേര് പിടിക്കാൻ സാധിച്ചത്? 1925 RSS തുടങ്ങുന്നത്. 1920 ഗാന്ധി പ്രോമിനൻസിലേക്ക് വരുന്നത്. 1920 വരെ ലോകമാന്യ ബാലഗംഗാധര തിലകൻ വലിയൊരു പ്രകാശഗോപുരമായിട്ട് കോൺഗ്രസ്സിൽ നിന്നു. അപ്പോൾ 14-15 മുതൽ ഗാന്ധിജി ഉണ്ടെങ്കിൽ പോലും പ്രോമിനൻസിൽ വന്നില്ല, കാരണം തിലകൻ്റെ പ്രഭാവം കൊണ്ട്. 1920 തിലകൻ മരിക്കുകയും ഗാന്ധിജി ഏകദേശം അപ്രമാദിത്വമുള്ള നേതാവായിട്ട് കോൺഗ്രസ്സിൽ വരികയും ചെയ്തു. വിത്തിൻ 5 ഇയേഴ്സാണ് RSS സ്ഥാപിക്കപ്പെടുന്നത്. ഈ 5 കൊല്ലം കൊണ്ട് ഗാന്ധിജിയുടെ പ്രവർത്തനം RSSൻ്റെ സ്ഥാപനത്തിന് വഴിവെച്ചു എന്നുള്ളതാണ് ഇവരുടെ തീസിസ്. തീസിസ് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ കറക്റ്റുമാണ്. ഈ തീസിസ് മലയാളത്തിൽ എഴുതിയത് ജെ രഘു എന്നൊരു ഡോക്ടർ ജെ രഘു, കേരള യൂണിവേഴ്സിറ്റിയിൽ. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, ചെറുപ്പക്കാരനായിരുന്നു അന്ന് ഈ ലേഖനം എഴുതുമ്പോൾ. പക്ഷേ ഇത് മാർക്സിസ്റ്റുകാർ ശ്രദ്ധിച്ചില്ല, കാരണം മാർക്സിസ്റ്റുകാരുടെ കൂട്ടത്തിലെ ബുദ്ധിജീവികളെ അവരും വകവയ്ക്കാറില്ല. ബുദ്ധിജീവികൾക്ക് ഒരു കുഴപ്പമുണ്ട്, അവർ അസാമാന്യമായ ബൗദ്ധിക സത്യസന്ധത കാണിക്കും. പൊളിറ്റിക്സിൽ ചിലപ്പോൾ ആ സത്യസന്ധത മുതലാവില്ല. കാരണം രഘു ഇത് എഴുതി കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ, രഘുവിൻ്റെ ലൈൻ അംഗീകരിച്ചാൽ ഗോഡ്സെ ഗാന്ധിയെ കൊന്നു, RSSകാരനാണ് ഗോഡ്സെ എന്നൊക്കെയുള്ള ആ നരേറ്റീവ് പൊളിഞ്ഞു പോകും. കാരണം RSSനെ സഹായിച്ച ഒരാളാണ് ഗാന്ധി എങ്കിൽ RSSകാർ എന്തിനും ഗാന്ധിയെ കൊല്ലണം എന്ന് ചോദ്യം വരും. അതുകൊണ്ട്
ഈ രഘുവിൻ്റെ റീഡിങ് അവർക്ക് എടുക്കാൻ പറ്റിയില്ല. ബട്ട് രഘുവിൻ്റെ റീഡിങ് കറക്റ്റാണ്. ഞാനിത് അന്നത്തെ ടോപ്പ് RSSകാരെ മലയാളം അറിയാവുന്നവരെ കാണിച്ചു. അവർ പറഞ്ഞു ദിസ് മാൻ ഹാസ് എ പോയിൻറ്റ് ആൻഡ് യു ഗോ ബാക്ക് ടു 1945-46 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രേഖകളുണ്ട്. ഇവർ ഡോക്യുമെൻ്റ് ചെയ്യും ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെയാണ് വോളിയത്തിൻ്റെ പേരെന്ന് തോന്നുന്നു. 24 വോളിയമുണ്ട്. ഇപ്പോൾ അത് കിട്ടാനില്ല, ഔട്ട് ഓഫ് പ്രിൻ്റാണ്. ഒരൊറ്റ തവണ ഇറക്കി പിന്നെ അത് നിർത്തിയവർ ഭയന്നിട്ട്. കാരണം ഈ 45-ലും 46-ലും ഒക്കെ നിരന്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി 3 പേരെ കുറ്റം പറഞ്ഞിട്ടുണ്ട് RSSനെ സഹായിച്ചവർ എന്നുള്ള പേരിൽ. 3 പേര് ആരൊക്കെയാണെന്നറിയാമോ? മഹാത്മാഗാന്ധി, സർദാർ പട്ടേൽ, ജവഹർലാൽ നെഹ്റു. ഗാന്ധി മരിക്കുന്നതിന് ഒരു 45 ദിവസം മുമ്പ് അവർ പാസ്സാക്കിയ പ്രമേയത്തിൽ അവർ സ്ക്വയർലി ഈ 3 പേർ, നിങ്ങളുടെ 3 പേരുടെ കയ്യിൽ പാർട്ടീഷൻ്റെ ചോരയുണ്ട്, നിങ്ങളാണ് RSSനെ കൊണ്ട് ഈ പാർട്ടീഷനിൽ ഈ വയലൻസ് എല്ലാം ചെയ്യിക്കുന്നത്, യു ആർ സ്ക്വയർലി റെസ്പോൺസിബിൾ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പരിഭ്രമിച്ചു പോയി, ഹൗ ടു ഹാൻഡിൽ ദാറ്റ്. അപ്പോൾ അവർ തിരിഞ്ഞു കളിച്ചു. ഞങ്ങൾ നേരത്തെ തന്നെ നിങ്ങളെ വാൺ ചെയ്തിരുന്നു, നിങ്ങൾ വളർത്തിയ ശക്തി നിങ്ങളെ തിരിഞ്ഞു കൊത്തിയിരിക്കുന്നു. അപ്പോഴും പറഞ്ഞു നിങ്ങൾ വളർത്തിയ ശക്തി നിങ്ങളെ തിരിഞ്ഞു കൊത്തിയിരിക്കുന്നു, എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചു. പിന്നെ മെല്ലെ മെല്ലെ ഗോഡ്സെ RSSകാരനായിരുന്നു ഒക്കെയുള്ള ഇക്വേഷൻസ് വന്നു. ഇത് കോൺഗ്രസ് അന്ന് പിക്ക് ചെയ്തില്ല. കോൺഗ്രസ് ഒരു അക്ഷരം മിണ്ടിയില്ല. കോൺഗ്രസ് RSSനെ നിരോധിക്കുന്നത് ഗാന്ധിജിയെ കൊന്നതിനല്ല. ഗാന്ധിജിയെ കൊന്നതിനാണെങ്കിൽ ഗോൾവൽക്കർ പ്രതിയാവണ്ടേ? ആയില്ലല്ലോ. ഒരു പ്രോമിനൻ്റ് RSSകാരനും ഗാന്ധിവധത്തിൽ പ്രതിയായില്ല. ഗൂഢാലോചനയിലോ അതിലോ ഒന്നും പ്രതിയായില്ല. ആയത് സാവർക്കറാണ്, ഹിന്ദു മഹാസഭയുടെ. അദ്ദേഹം വെറുതെ വിടപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തെ ഒരു ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പ്രതിയാക്കിയതാണ്. അത് ആ പ്രൊസീഡിങ്സ് നോക്കിയാൽ നമുക്കറിയാം. നത്തിങ്, സാവർക്കർ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഗാന്ധി മർഡർ. അപ്പോൾ ഇങ്ങനെ ഈ യഥാർത്ഥ ഹിന്ദുത്വം പ്രചരിപ്പിക്കുകയും അതിലൂടെ RSSന് വളരാൻ വളമിടുകയും ചെയ്ത ആളാണ് മഹാത്മാഗാന്ധി. അതുകൊണ്ടാണ് RSSൻ്റെ പ്രാതസ്മരണയിൽ മഹാത്മാഗാന്ധി ഇൻക്ലൂഡ് ചെയ്തത്. തുടക്കത്തിൽ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നില്ല. ഈ RSS ഡോഗ്മാറ്റിക് അല്ലല്ലോ. അത് തുടങ്ങിയത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ അവർ തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഭാരതത്തിലെ പ്രമുഖ വ്യക്തികളെയെല്ലാം പുരാണങ്ങളിലെ ഇതിഹാസങ്ങളിൽ നിന്നൊക്കെ ഈ വ്യക്തികളുടെ എല്ലാം പേരെടുത്തിട്ട് രാവിലെ അവരെ സ്മരിക്കുക. പ്രാതസ്മരണ എന്നാണ് അതിൻ്റെ പേര്. അഥവാ ഭാരതഭക്തി സ്തോത്രം എന്ന് പറഞ്ഞിട്ടാണ്. പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ഇങ്ങനെ പുരാണ കഥാപാത്രങ്ങൾ, പരശുരാമൻ, ഹനുമാൻ, ഇവരൊക്കെ കഥാപാത്രങ്ങൾ എന്നുള്ള നിലയ്ക്ക്, പൂർവികന്മാരെന്നുള്ള നിലയ്ക്ക് സ്മരിക്കാൻ തുടങ്ങി. മഹാരാഷ്ട്രയ്ക്ക് പുറത്ത് RSS വ്യാപരിച്ചപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് പുറത്തുള്ള ആൾക്കാരുടെ പേരും ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി, കുറേശ്ശെയായിട്ട്. കാരണം ഇത് വികസിക്കുകയാണല്ലോ. ഇപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ മാർക്സ് ഒന്ന് പറഞ്ഞു വെച്ചു, അതിൽ നിന്ന് പുറത്തേക്കില്ല എന്നുള്ളതല്ല RSSൻ്റെ. ഹെഡ്ഗേവാർ എന്ന് എഴുതി വെച്ചു. ഹെഡ്ഗേവാർ എഴുതിയതല്ല, അത് എല്ലാവരും കൂടിയിരുന്ന് ശ്ലോകം പോലെ ആക്കിയിട്ട് തയ്യാറാക്കിയതാണ്. ഇതിലേക്ക് അഡീഷൻസ് ഒക്കെ വന്നു. 1962 മഹാത്മാഗാന്ധിയെ ഇതിൽ കൊണ്ടുവരുന്നത്. മഹാത്മാഗാന്ധി എപ്പോഴും ഒരു വിവാദ പുരുഷനായിരുന്നു. RSSനെയും മറ്റെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഡിസിഷൻസ് പലതും ബ്ലണ്ടറായിപ്പോയി. പൊളിറ്റിക്സിൽ ബ്ലണ്ടർ കാണിക്കാത്ത ആരുമില്ല ലോകത്തിൽ. ലോകത്തെ എല്ലാവരുടെയും ചരിത്രത്തും പൊളിറ്റിക്സിലാണോ പല ഡിസിഷൻസും ബ്ലണ്ടറായിപ്പോവും. പൊളിറ്റിക്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കില്ല. രാവിലെ നടന്നൊരു സംഭവം നമ്മൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് കമ്മിറ്റി കൂടി തീരുമാനിച്ച് പ്രമേയം ആക്കി കഴിയുമ്പോഴത്തേക്ക് സംഭവം അടുത്തത് തുടങ്ങിക്കഴിയും. അപ്പോൾ ഈ പ്രമേയം പാസ്സാക്കിയത് നമ്മൾ മണ്ടന്മാരായിപ്പോയി. ഇതാണ് പൊളിറ്റിക്സിൻ്റെ സ്വഭാവം. ഗാന്ധിജിക്കും ചില മിസ്കാൽക്കുലേഷൻസ് പറ്റിയത് ഗാന്ധിജിക്ക് ആയതുകൊണ്ട് വ്യാപകമായി ഗാന്ധിജി വിമർശിക്കപ്പെട്ടു. നെഹ്റുവിന് ഗാന്ധിയെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല, ഗാന്ധിയുടെ പ്രിൻസിപ്പിൾസ്. പട്ടേൽ പല സ്ഥലത്തും ഗാന്ധിയുമായിട്ട് വഴക്കായിരുന്നു. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ. ബട്ട് അങ്ങനെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരാളിൻ്റെ പേര് ഇതിൽ വയ്ക്കണോ വേണ്ടേ, ഇതായിരുന്നു ചോദ്യം. ആൻഡ് ദിസ് വാസ് ദ ഒൺലി ഇൻസ്റ്റൻസ് വേറിൻ ഗോൾവൽക്കർ ഒരു അന്തിമ വാക്ക് പറഞ്ഞു. സാധാരണ ഗോൾവൽക്കർ ഇത്തരം ചർച്ചകളിലൊക്കെ
ഗോൾവൽക്കർ മിണ്ടാതിരിക്കും. ഒരക്ഷരം മിണ്ടില്ല, നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിക്കുക, ഓക്കെ. ആ തീരുമാനത്തിൽ പുള്ളിക്ക് അല്പം അതൃപ്തി ഉണ്ടെങ്കിൽ പോലും പറയുകയുമില്ല, പൊക്കോട്ട്. ഈ ആളുകൾ വെറുതെ ഫാസിസ്റ്റ് എന്നൊക്കെ, ഒരു ഫാസിസ്റ്റും ഇല്ല. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം ഈ ചർച്ച ഒരു അരമണിക്കൂർ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗോൾവൽക്കർ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും, ഗുരുജി സർസംഘചാലകമാണ്, എന്താ ഗുരുജി? ഈ ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക, മഹാത്മാഗാന്ധിയുടെ പേര് അതിൽ ചേർക്കുക, ഇനി ഈ ചർച്ച വേണ്ട. ചർച്ചയിൽ പറഞ്ഞവർ ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല, ചർച്ച നിർത്തുക, മഹാത്മാഗാന്ധിയുടെ പേര് ചേർക്കുക. അങ്ങനെ മഹാത്മാഗാന്ധിയും പ്രാതസ്മരണയിൽ വന്നു. ഓരോരുത്തരായിട്ട് പിന്നീടാണ് നാരായണ ഗുരു വരുന്നത്. കാരണം RSS കേരളത്തിലേക്ക് വന്നു. മെല്ലെ നാരായണ ഗുരുവിനെ അതിലെടുത്തു. തമിഴ്നാട്ടിൽ പോയി, തമിഴ്നാട്ടിലെ മറ്റേ നമ്മുടെ തിരുവള്ളൂർ അങ്ങനെയുള്ളവരൊക്കെ വന്നു. കർണാടകത്തിൽ വന്നു കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാർ വന്നു. അങ്ങനെ സാമാന്യം വലുതായി. ഇപ്പോൾ അതിൻ്റെ പേര് ഏകാത്മതാ സ്തോത്രം എന്നാണ്. ദൈവം എന്നുള്ള നിലയ്ക്കല്ല ഇവരെ കാണുന്നത്, ചരിത്ര പുരുഷന്മാരെന്നുള്ള നിലയ്ക്ക് അവരെ സ്മരിക്കുന്നു, അത്രയേ ഉള്ളൂ. അവർ മഹാന്മാരാണെന്നും അവരെ പൂജിക്കണമെന്നും അവരനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോട്ടറി അടിക്കുന്നു അങ്ങനെയൊന്നുമില്ല. സ്തോത്രമല്ല, ഏകാത്മതാ സ്തോത്രം എന്ന് പറയുമെങ്കിലും സ്മരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് സ്തോത്രം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഗാന്ധിജി ആണ് യഥാർത്ഥ ഹിന്ദു എങ്കിൽ, അങ്ങനെയെങ്കിൽ RSSകാരൻ ഓരോരുത്തരും യഥാർത്ഥ ഹിന്ദുവാണ് എന്ന് രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും സമ്മതിക്കേണ്ടി വരും. രാഹുൽ ഗാന്ധിയെ നമുക്ക് വിടുക, ഹീ ഈസ് ഫൈറ്റിംഗ് ഫോർ സമ്മൺ എൽസ് സിറ്റിംഗ് എൽസ്വെയർ. KC വേണുഗോപാൽ മലയാളിയാണല്ലോ. KC വേണുഗോപാലിന് ഇത് മുതലാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും KC വേണുഗോപാൽ അതിൽ പറയാനും പോകുന്നില്ല. രാഹുൽ ഗാന്ധിയും കൂടുതൽ പറയില്ല. മനസ്സിലായി? ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഷോ കാണിക്കുക, മനോരമ കൊടുത്ത രാഹുൽ ഷോ ആണെന്നില്ലേ, ആ ഷോയാണ് കാണിച്ചത്. വാസ്തവത്തിൽ നോക്കിയേ, രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം, അതിൻ്റെ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് ലോക്സഭയിൽ നടക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി എന്ത് പറഞ്ഞു ആ പ്രസംഗത്തിൽ നിങ്ങൾക്ക് ഒബ്ജക്ഷനുകളായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ചർച്ച ചെയ്യേണ്ടത്. രാഷ്ട്രപതി ഇതൊന്നും പറഞ്ഞിട്ടില്ല. ശിവൻ്റെത് അഭയമുദ്രയാണോ മറ്റേതാണോ മറിച്ച് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊന്നും വിഷയമല്ല. രാഷ്ട്രപതി ചെയ്യുകയുമില്ല, ചെയ്യാനും പാടില്ല. ഇതൊക്കെ ആധ്യാത്മിക തലത്തിലെ ഏർപ്പാടാണ് അഭയമുദ്ര എന്നൊക്കെ പറയുന്നത്. അഭയമുദ്ര എന്ന് രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് ഉച്ചരിച്ചതായിരിക്കും. അതാണ് ഈ റിഹേഴ്സലൊക്കെ എടുക്കുന്നത്. ഒരാഴ്ച റിഹേഴ്സൽ എടുത്തതാണ് അഭയമുദ്ര എന്നൊക്കെ പറയുന്നത്. അതൊന്നും ശരിയൊന്നുമല്ല. വെറുതെ കൈ ഇങ്ങനെ കാണിച്ചാൽ അഭയമൊന്നും ആകില്ല. അഭയമുദ്ര വേറെയാണ്. കാരണം അതുകൊണ്ടാണ് അതിനെ മുദ്ര എന്ന് വിളിക്കുന്നത്. കൈ കാണിക്കുന്നത് മുദ്രയല്ല. കൈ ചില പ്രത്യേക രീതിയിൽ പ്രത്യേക അർത്ഥത്തിന് വേണ്ടി കാണിക്കുമ്പോഴാണ് മുദ്ര. അത് ഇങ്ങനെ കാണിക്കുന്ന ദൈവങ്ങളുണ്ട്, ഇങ്ങനെ കാണിക്കുന്ന ദൈവങ്ങളുണ്ട്, ചിന്മുദ്ര കാണിക്കുന്ന ദൈവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ശബരിമല അയ്യപ്പൻ രാഹുൽ ഗാന്ധിയുടെ ലോജിക്കിൽ അഭയമുദ്ര കാണിക്കാത്ത ഒരാളാണ്. എന്നാൽ കഴിഞ്ഞ സീസണിൽ 5.5 കോടി ആൾക്കാരാണ് ശബരിമലയിൽ വന്നു പോയത്, ഒരഭയമുദ്രയും കാണിക്കാതെ. 5.5 crores ഇൻ എ സീസൺ, മണ്ഡലകാലവും മകരവിളക്കും ചേർത്തിട്ട്. നൗ വാട്ട് വിൽ യു സേ? അപ്പോൾ ഈ അഭയമുദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പ് കാണിക്കരുത് ലോക്സഭയിൽ. രാഹുൽ ഗാന്ധി റിഹേഴ്സൽ എടുത്തതിനെ ഞാൻ കുറ്റം പറയുന്നില്ല. ആത്മവിശ്വാസം കുറവുള്ളവർ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ച് റിഹേഴ്സൽ എടുക്കണം. ഇത് തെറ്റൊന്നുമില്ല. രാഹുലിൻ്റെ ഗതികേട് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കാണാതെ പഠിക്കുക, എവിടെ നിർത്തണം, അത് ഇത് സൈക്കോളജിസ്റ്റുകളെ വെച്ച് നിയന്ത്രിക്കുക, ഇതൊക്കെയുണ്ട്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റുമാർ സൈക്കോളജിസ്റ്റുകളുടെ വലിയൊരു സംഘം അവർ സ്വാധീനിക്കാനായിട്ടുണ്ട്. ഈ ജിമ്മി കാർട്ടർ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം, ഇഫ് ഐ ബിക്കം പ്രസിഡൻറ്റ് എന്ന് പറയരുത്, വെൻ ഐ ബിക്കം പ്രസിഡൻറ്റ് എന്ന് വേണം പറയാൻ. ഞാൻ പ്രസിഡൻ്റ് ആയാൽ എന്നല്ല, ഞാൻ പ്രസിഡൻ്റ് ആകുമ്പോൾ എന്ന് പറയണം. അതിലൊരു മെസ്സേജുണ്ട്. ഞാൻ പ്രസിഡൻ്റ് ആകുമ്പോൾ ഞാനിത് ചെയ്യും, ഇങ്ങനെ വേണം പറയാൻ. അപ്പം ജനങ്ങൾക്കിങ്ങനെ ആയാൽ ഇത് ചെയ്യും, ആകും എല്ലാവരും വോട്ട് ചെയ്യും. ഇതാണ് ടെക്നിക്ക്. ആൻഡ് ഹി വൺ. ജിമ്മി കാർട്ടർ ജയിച്ചു ഈ ടെക്നിക്ക് കൊണ്ട്. അപ്പോൾ അതുപോലെ ഈ ആളുകളിൽ ഇംപ്രഷൻ സൃഷ്ടിക്കാനുള്ള പലവിധ മാർഗങ്ങൾ സൈക്കോളജിസ്റ്റുകൾക്ക് അറിയാം.
അവർ ഉപദേശിക്കും, രാഹുൽ ഗാന്ധിയോട് പറയും നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം, അങ്ങനെ സംസാരിക്കണം. അതിൽ ഈ സൈക്കോളജിസ്റ്റുകൾക്കും അബദ്ധം പറ്റാം. പബ്ലിക് സ്പീക്കിങ്ങിൽ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. പാർലമെൻറ്റിൽ ഈ പെരുമാറ്റച്ചട്ടം ഉണ്ടല്ലോ, അതിന് വിരുദ്ധമായിട്ട് രാഹുൽ ഗാന്ധി ഈ മുമ്പിൽ നോക്കുമ്പോൾ ഓഡിയൻസ് ഇല്ല, ഒരു സ്പീക്കറുണ്ട്, പിന്നെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭരണപക്ഷം ഇരിപ്പുണ്ട്. ഭരണപക്ഷത്തിൻ്റെ മുഖത്ത് നോക്കി ഇത് പറയാനായിട്ട് പിന്നെയും ഒരു വിറവലുണ്ടാകും. ഹോസ്റ്റൈൽ ഓഡിയൻസിനെ കാണുമ്പോൾ അവരോട് സംസാരിക്കാനാണ് മനുഷ്യന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകും. എനിക്ക് എന്നെ കൊണ്ടുപോയിട്ട് DYFIയുടെ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പറയുക, ഞാൻ വല്ലാതെ നെർവസ് ആകും. കാരണം എനിക്കറിയാം എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ മനുഷ്യനും എന്നെ വെറുപ്പോടുകൾ കാണുന്നവനാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അഡ്രസ്. അപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങോട്ട് നോക്കുന്നില്ല. പിന്നെ നോക്കേണ്ടത് സ്പീക്കറുടെ നേർക്കാണ്. സ്പീക്കറുടെ ഒരു ചിരിയുണ്ട് ഓം ബിർളയുടെ. ആ ചിരിയെ ഫേസ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. എന്തു വേണമെങ്കിലും പറഞ്ഞു, മാന്യ സദസ്യഗൺ ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ സംസാരിക്കണം. അപ്പോൾ അതും ഒരു വിഷമം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി തിരിഞ്ഞു നിന്ന് സംസാരിച്ചു. അതാണ് റൂൾ ബുക്ക് എടുത്തിട്ട് BJPയിലെ ഒരാൾ ഒബ്ജക്റ്റ് ചെയ്തത്. മാക്സിമം ഇങ്ങനെ സ്പീക്കർക്ക് പുറംതിരിഞ്ഞാണ് സംസാരിക്കുന്നത്. ഹീ ഈസ് ടോക്കിംഗ് ടു ഹിസ് ഓഡിയൻസ്. പ്രതിപക്ഷത്തുള്ള കൈയടിക്കുന്ന ആൾക്കാർ 10-20 പേരുണ്ടല്ലോ, അവരെ നേർക്ക് നോക്കി സംസാരിക്കുന്നു. അത് ചട്ടവിരുദ്ധമാണ്. ബട്ട് ഓം ബിർള ഒരു കുറേ കൂടെ ലിബറലായ മനുഷ്യനായതുകൊണ്ട് പുള്ളി ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ തീരട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ പേര് എന്നെ നോക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആൻഡ് ലുക്ക് അറ്റ് മോദി എന്ത് ചെയ്തു? മോദി നേരെ സ്പീക്കർക്ക് നോക്കിയാണ് സംസാരിച്ചത്. ഒരൊറ്റ തവണ പോലും ഇവർക്കിട്ട് പ്രതിപക്ഷത്തിനിട്ട് കുത്തുമ്പോൾ പോലും അങ്ങോട്ടൊന്ന് നോക്കുകയോ പിടിക്കുകയോ ചെയ്തില്ല. സ്പീക്കറെ അഭിസംബോധന ചെയ്യുക. ഇത് എല്ലാ സ്പീക്കർമാരും പറയാറുണ്ട്. നമ്മുടെ അസംബ്ലിയിലും അങ്ങനെയാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ നോക്കി പറ. അങ്ങോട്ട് നോക്കുമ്പോഴാണല്ലോ അയാൾക്ക് ദേഷ്യം വരുന്നത്. എന്നെ നോക്കി അയാളെ കുറ്റം പറഞ്ഞോളൂ, അയാൾക്ക് കുഴപ്പം വരില്ല. കാരണം ഇൻഡയറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഈ ചട്ടലംഘനം നമ്മുടെ മാധ്യമങ്ങളൊന്നും മനസ്സിലായില്ല. ഇല്ല, അല്ല, ഇത് മോദിയാണ് ചെയ്തതെങ്കിൽ മോദി പുറംതിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ ശബരിമല സമരം നടന്നപ്പോഴുണ്ടല്ലോ, വത്സൻ തില്ലങ്കേരി പുറംതിരിഞ്ഞു നിന്നു, 18-ാം പടിക്ക് പുറംതിരിഞ്ഞു നിന്നു, അയ്യപ്പന് പുറംതിരിഞ്ഞു നിന്നു എന്ന് പറഞ്ഞിട്ട് ദേശാഭിമാനിക്കും കൈരളി ചാനലിനും വലിയ വിഷമമായിരുന്നു. അവിടെ എത്രയോ പേര് പുറംതിരിഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ ഒരു റൂളില്ല. അമ്പലത്തിൽ നിങ്ങൾ പോകുമ്പോൾ, നിങ്ങൾ നടയിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് പുറംതിരിഞ്ഞും ചിലപ്പോൾ നിൽക്കും. തിരിഞ്ഞിട്ട് കൂടെയുള്ള ആളുണ്ടോ എന്ന് നോക്കും. നാരായണ വാ വേഗം വാ, ഒന്നും മറക്കേ ചേട്ടാ. അപ്പോൾ നിങ്ങൾ പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത്. അതിൻ്റെ പേരിൽ ഗുരുവായൂരപ്പൻ നിങ്ങളെ ശപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ? ഇതൊന്നുമില്ല. ലോക്സഭയിൽ ആ ചട്ടം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഘർഷം ഒഴിവാക്കാനായിട്ട് എവരിബഡി ഷുഡ് അഡ്രസ് ദ സ്പീക്കർ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ സ്പീക്കർ മഹോദയ എന്ന് പറയുന്ന അധ്യക്ഷ മഹോദയ എന്ന് പറഞ്ഞ് പുട്ടിന് പീര ചേർക്കുന്ന പോലെ മോദിയൊക്കെ ചേർക്കുന്നത്. ഈ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് അങ്ങനെയാണ്, ഞാൻ വേറെ ആരെയും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അഡ്വൈസ് കൊടുക്കാൻ സൈക്കോളജിസ്റ്റിന് സാധിച്ചില്ല. കാരണം അവർക്ക് പാർലമെൻ്ററി ചട്ടം അറിഞ്ഞുകൂടാ. ബാക്കി ഹിസ്ട്രിയോണിക്സ് എല്ലാം അവന് ഇത് ചെയ്തു. ഡ്രസ്സ് വരെ തീരുമാനിച്ചു, മസിൽസ് കാണത്തക്ക രീതിയിൽ ടീഷർട്ട്. ദാറ്റ് ഇറ്റ് സെൽഫ് ഒരു കാഷ്വൽ അപ്രോച്ചാണ്. നിങ്ങൾ ഒരു ഓഗസ്റ്റ് സഭയിലേക്കാണ് കയറുന്നത്, മാന്യന്മാരുടെ സഭയിലേക്ക്. ടീഷർട്ട് അനുവദനീയമല്ല എന്നൊന്നും ചട്ടമില്ല, പക്ഷേ ടീഷർട്ട് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ മസിൽ പ്രദർശിപ്പിക്കാനോ നിങ്ങളുടെ 6 പാക്ക് വയറ് കാണിക്കാനോ അല്ല ലോക്സഭയിൽ നിങ്ങൾ പോകുന്നത്. ഇൻ്റലക്ച്വൽ ഡിബേറ്റിന് വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധി ഈ വേഷത്തിൽ ഒരു കോടതിയിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വേഷം ധരിച്ച് വരാൻ പറയും മജിസ്ട്രേറ്റ് പോലും. യു കനോട്ട് മേക്ക് എ ഷോ ദർ. അതുകൊണ്ടാണ് മനോരമ രാഹുൽ ഷോ എന്ന് കൊടുക്കാൻ കാര്യം. അതിനൊരു കുത്ത് തന്നെയാണ്. വേണമെങ്കിൽ ഷോക്കൊന്നും വായിക്കാം. ഇക്ക് എന്നുള്ളത് അവർ മങ്ങിയ കറുപ്പിലാണ്. ഷോ നല്ല കറുപ്പിലും, മറ്റേത് മങ്ങിയ കറുപ്പിൽ. ഈ ആർക്കും കേട് വേണ്ടല്ലോ എന്നുള്ള മട്ടിൽ. വാസ്തവത്തിൽ അതൊരു ഷോയായിരുന്നു. അത് ഷോയായി തന്നെ കലാശിച്ചു. ഈ ഫോട്ടോ കാണിക്കലും പരിപാടിയും ഇതെല്ലാം. ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് വന്നാലേ, ഈ RSS ഗാന്ധി ഉള്ളപ്പോഴും ഉണ്ടല്ലോ, ഗാന്ധിക്ക് RSSനോടുള്ള നിലപാട് എന്തായിരുന്നു? ഗാന്ധിക്ക് RSSനോട് ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല. RSSൻ്റെ ക്യാമ്പിൽ വന്നിരുന്നു. ഗാന്ധി ക്യാമ്പിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. വന്നു, അത് കണ്ടു.
അതിൽ ജാതിയുടെ ഗ്രേഡിങ് ഇല്ല എന്നറിഞ്ഞിട്ട് ഗാന്ധിജി അത്ഭുതപ്പെട്ടു, അഭിനന്ദിച്ചു അതിന്. ഗാന്ധി വന്നപ്പോൾ ഹെഡ്ഗേവാറും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു സ്ഥലത്ത് വെച്ച് അവർ തമ്മിൽ കണ്ടു ഗാന്ധി എവിടെ. അപ്പോൾ നേരത്തെ അറിയിച്ചില്ലല്ലോ ഞാൻ വന്നേനെ. അപ്പോൾ ഗാന്ധി പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ കാഷ്വലി അവിടെ വന്നപ്പോഴാണ് നിങ്ങളുടെ ക്യാമ്പ് നടക്കുന്നു കേട്ട്, എന്നാൽ ഒന്ന് കയറി നോക്കിക്കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്വീകരിക്കാൻ ആരുമില്ലാതെ പോയി. അല്ല, അത് അവിടെ ആളുണ്ടായിരുന്നു എന്നെ സ്വീകരിക്കാൻ, നിങ്ങൾ തന്നെ ഉണ്ടാവണമെന്നില്ല, നിങ്ങളാണ് സ്ഥാപകൻ, കാര്യം ശരി. പക്ഷേ ഞാൻ മുൻകൂട്ടി അറിയുക സ്ഥാപകൻ അവിടെ തന്നെ ഉണ്ടാവണമെന്നുണ്ടോ? എനിക്ക് അതൊന്നും പ്രശ്നമില്ല. വളരെ കോടതിയിലായുള്ള സന്ദർശനം. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതി വ്യത്യാസം അവിടെ ഇല്ല. സ്വയം സേവകരോട് സംസാരിച്ചു, അവരോട് ചോദിച്ചു, അവർ പറഞ്ഞു ജാതിയൊക്കെ പറയുന്നത് മോശമാണെന്ന് പറഞ്ഞു. ഒരാൾ രഹസ്യമായിട്ട് ഗാന്ധിയോട് ജാതി പറഞ്ഞു, ചോദിച്ചതല്ലേ, അതുകൊണ്ട് സ്വരം താഴ്ത്തിയിട്ട് പറഞ്ഞു മോശമാണ്, പിന്നെ അങ്ങ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു വ്യത്യാസം എനിക്ക് കാണാൻ പറ്റിയില്ല, നല്ല സംഘടന. ഇതാണ് ഗാന്ധിജിയുടെ അഭിപ്രായം. ഗാന്ധിജി സാവർക്കറേയും പോയി കണ്ടിരുന്നു, ചെന്ന് കണ്ടിരുന്നു. സാവർക്കർക്ക് സുഖമില്ല, മാത്രമല്ല സാവർക്കർ രത്നഗിരിയിൽ വീട്ടുതടങ്കലിലാണ്, രത്നഗിരിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ ഗാന്ധി പറഞ്ഞു, സാരില്ല, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ സാവർക്കറെ പോയി കണ്ടു. അവിടെയും ഗാന്ധിജി ഹിന്ദു സമാജത്തിലെ ജാതിയെ പറ്റിയാണ് സംസാരിച്ചത്. ഗാന്ധിജി പറഞ്ഞു, ജാതി സ്പർദ്ധ ഇല്ലാതിരുന്നാൽ പോരെ, ജാതി ഇരുന്നോട്ട് എത്ര വർഷമായി നമ്മൾ യുദ്ധം ചെയ്യുന്നു ജാതിയുമായിട്ട്, അത് പോകുന്നില്ല. മാത്രമല്ല വർണ്ണവ്യത്യാസം, വർണ്ണവ്യവസ്ഥയിൽ ഗാന്ധിക്ക് വിശ്വാസമുണ്ടായിരുന്നു. ആ വർണ്ണവ്യത്യാസം അതിരുന്നോട്ട്, ഒരാൾ വേറൊരാളിൻ്റെ മേലെയാണെന്ന് വിചാരിക്കേണ്ട, വേറെ വേറെ വർണ്ണങ്ങളാണെന്ന് വിചാരിച്ചാൽ മതി. മുകളും താഴെയും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടല്ലേ ഈ പ്രശ്നം. സാവർക്കർ പറഞ്ഞു, ഗാന്ധിജി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഉള്ളിടത്തോളം കാലം ഈ ഉച്ചനീചത്വം ഉണ്ടാവും, അതവിടെ ഇരുന്നോട്ടെ, പക്ഷേ ഉച്ചനീചത്വം ഇല്ലാതാക്കിയാൽ പോരെ എന്ന് ചോദിച്ചാൽ നടക്കില്ല. കാരണം അതിൻ്റെ സ്വഭാവം തന്നെ ഈ ഉച്ചനീചത്വമാണ്. അതേപോലെ സംഭാഷണമല്ലേ നാരായണ ഗുരുവും ഗാന്ധിയും തമ്മിലുണ്ടായത് ജാതിയെ സംബന്ധിച്ച്? അതെ അതെ അതെ. അപ്പോൾ അന്ന് സാവർക്കർ പറഞ്ഞു, കാസ്റ്റ് ഹാസ് ടു ഗോ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ. ഇത് പറഞ്ഞു ഗാന്ധിജി അങ്ങനെ വഴക്കുണ്ടാക്കി പോകുന്ന ആളൊന്നും. സംശയം ചോദിക്കട്ടെ, ഗാന്ധി അപ്പോൾ ഒരു ജാതിവാദിയായിരുന്നോ? ജാതിവാദിയല്ല, അദ്ദേഹം ഈ വ്യവസ്ഥയുണ്ടല്ലോ, വർണ്ണാശ്രമധർമ്മം, അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഈവിൾ ആണ് എന്ന് ഗാന്ധി വിശ്വസിച്ചു. ചില കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അതുള്ളതാണ്. ഇപ്പോൾ നമ്മളൊക്കെ താടി പഠിക്കുന്നവരാണല്ലോ, ഈ താടി ഒഴിവാക്കാനാവാത്തൊരു ഈവിളാണ്. ദിവസവും ഇത് ഷേവ് ചെയ്യണം. പക്ഷേ ഇത് ഇല്ലാതാക്കാൻ പറ്റുമോ നമുക്ക്? താടി വളരാത്ത യാദൃശ്യമായിട്ട് ചിലർക്ക് താടി ഇല്ലാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ ഈ എന്നെപ്പോലെ അവിടെ ഇവിടെ 4-5 രോമം മാത്രമായിട്ട് ഇങ്ങനെ സെക്കൻഡ് ഷോയ്ക്ക് ആളിരിക്കുന്ന പോലെ. അതും അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയുടെ സെക്കൻഡ് ഷോ. ഞാൻ ഷേവ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇത് അവിടെ ഇവിടെ 4-5 എണ്ണമായിട്ട് അങ്ങനെ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞ് ചിലത് മുകളിലേക്കൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇത് ദിവസവും കളയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇതുപോലത്തെ ഒരു ഏർപ്പാടാണ് ഈ വർണ്ണാശ്രമധർമ്മം. അതിനൊരു അടിസ്ഥാനമുണ്ടെന്നും ഗാന്ധി വിചാരിച്ചു. അതുകൊണ്ട് അതൊരു നെസസറി ഈവിളാണ്. സർട്ടൻ ഈവിൽ തിങ്സ് ആർ യു കനോട്ട് ലിവ് വിത്തൗട്ട് ദാറ്റ്. ഇതാണ് ഗാന്ധിജി. ബട്ട് അൾട്ടിമേറ്റ് നോക്കൂ, ഗാന്ധിജിയാണ് ഇപ്പോഴും ജയിച്ചു നിൽക്കുന്നത്. കാരണം ഈ സാധനം എടുത്ത് കളയാൻ ആർക്കും പോകുന്നില്ല. യു സി, സ്വാമി വിവേകാനന്ദൻ ജാതിയുടെ മുമ്പിൽ പരാജയപ്പെട്ടു, നാരായണ ഗുരു ജാതിയുടെ മുമ്പിൽ പരാജയപ്പെട്ടു, ചട്ടമ്പി ആ യുദ്ധത്തിനെ പോയില്ല, അതുകൊണ്ട് പുള്ളിക്ക് പരാജയം നേരിടേണ്ടി വന്നില്ല, ആ ഏരിയയിലേക്ക് പുള്ളി കടന്നില്ല, അതിന് മുകളിൽ കൂടെ അങ്ങ് പറന്നു. എത്ര പേര് എത്ര കൊല്ലം. പക്ഷേ ഒരു കാര്യം, ഈ ഒരു 10,000-5,000 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു സൊസൈറ്റിയുടെ സ്വഭാവം 100 വർഷം കൊണ്ടൊന്നും നിന്ന് പോവില്ല, നിയമം കൊണ്ട് നിൽക്കില്ല. നിയമം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്തായി, ജാതി ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയിലായി. അതാ ഇന്നലെ ഞാൻ പറഞ്ഞത്, ജാതി ഇല്ല എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ സർട്ടിഫിക്കറ്റിൽ ഒന്നും എഴുതിയില്ല. അവസാനം എന്നെ കൊണ്ട് സർക്കാർ പറയടാ നിൻ്റെ ജാതി, തഹസിൽദാരെ കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോടാ എന്ന് പറഞ്ഞു. ഫോർ സർവൈവൽ ഐ ഹാഡ് ടു ഡു ദാറ്റ്.
അപ്പോൾ ജാതി നിർമ്മാർജ്ജനം, ജാതി വർജനം എന്നൊക്കെ പറഞ്ഞ് നടന്ന ആൾക്കാർ ജാതിയെ കുറച്ചുകൂടെ ഉറപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ പൊളിറ്റിക്സ് സംഭവിക്കുന്ന എന്താ, ജാതി സമവാക്യങ്ങൾ. അതിനവർ വിളിക്കുന്ന ഓമന പേര് സാമുദായിക സമവാക്യം. ഇതാണ് പറയുന്നത്. ജാതി എന്ന് പറയില്ല, സമുദായം എന്ന് പറയും. അല്പം ഒരു വാക്കിട്ട് കളിച്ച് ഒന്ന് ചെയ്തത്. ഈ ആശുപത്രിയിൽ ബോംബിട്ട് രോഗികളൊക്കെ മരിക്കുന്നത് ഒരു വാർ ക്രൈമാണ്. യുദ്ധത്തിൽ അത് ചെയ്തുകൂടാത്തതാണ്. പക്ഷേ ഇറാഖ് യുദ്ധത്തിൽ അമേരിക്ക അത് ചെയ്തു. എന്നിട്ട് അമേരിക്ക കോയിൻ ചെയ്ത വാക്കാണ് കൊലാട്രൽ ഡാമേജ്. അപ്പോൾ ഇതിൻ്റെ ഗൗരവം ഒന്ന് കുറഞ്ഞു. ഏത് ആശുപത്രിയിൽ പിള്ളേരെ അടക്കം ബോംബിട്ട് കൊന്നതിനെയാണ് കൊലാട്രൽ ഡാമേജ്. വാർ ക്രൈം എന്നുള്ളത് മാറിയിട്ട് കൊലാട്രൽ ഡാമേജായി. കൊലാട്രൽ ഡാമേജ് എന്ന് പറഞ്ഞിട്ട് സിനിമ ഇറങ്ങി. അവരുടെ അമേരിക്കയുടെ എല്ലാ ചെയ്തികളിലും ഹോളിവുഡ് ഇടപെട്ടിട്ട് അത് സിനിമയാക്കി അത് വലിയ കാര്യമായിട്ട് സായിപ്പും എടുക്കാനാണെന്ന് അവതരിപ്പിക്കുക. ഇതിപ്പം ഹിസ്റ്റോറിക്കലി അവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സാമുദായിക സമവാക്യം, സാമുദായിക സന്തുലനം എന്നൊക്കെ പറഞ്ഞിട്ട് ജാതി പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു. എറണാകുളത്ത് ലത്തീൻ കത്തോലിക്കിനെ മത്സരിക്കും, പുതുപ്പള്ളിയിൽ ക്രിസ്ത്യാനി, മലപ്പുറത്ത് മുസ്ലിം. ചോദിച്ചാൽ ആ സാമുദായിക സന്തുലനം ഇതാണ്. അപ്പോൾ അങ്ങനെ ഫൈനലി ഗാന്ധി പറഞ്ഞിടത്ത് തന്നെ നിൽക്കുന്നു, ഇതൊരു നെസസറി ഈവിളാണ്, ഈവിളാണ്, ബട്ട് ഇറ്റ് വിൽ ജസ്റ്റ് നോട്ട് ഗോ. ആ അവസ്ഥയിൽ നിൽക്കുന്നു. ഇപ്പോഴും RSS നാരായണ ഗുരു പറഞ്ഞ പാതയിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് അഫക്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നു. ജാതി ചോദിക്കരുത്, ചിന്തിക്കരുത്, പറയരുത്, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ദ മൊമെൻറ്റ് യു ഡിസ്കസ് ഇറ്റ്, ഇറ്റ് വിൽ സ്റ്റാർട്ട് ഗ്രോയിങ്. നമ്മൾ ജാതി നിർമ്മാർജ്ജനം, നമുക്കൊരു യോഗം വിളിക്കാം, ജാതിയെ എങ്ങനെ ഇല്ലാതെയാക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തോ പോയി അവിടെ വീണ്ടും ജാതി ആരംഭിക്കുകയാണ്. അതുകൊണ്ട് മിണ്ടാതിരിക്കാതെ, ചിന്തിക്കരുത്, പറയരുത്. പറഞ്ഞാൽ തുടങ്ങും. TG വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള നമ്മുടെ സംഭാഷണമാണ്. അത് ഇത്തിരി ദീർഘമായി. എന്നാൽ പോലും ഒരു സംശയം കൂടെ, ആദ്യത്തെ എൻ്റെ ചോദ്യം ബാക്കി നിൽക്കുക, അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആരാണ് ഹിന്ദു? ഇപ്പോൾ നിയമപരമായിട്ട് ആരാണ് ഹിന്ദു എന്ന് നോക്കുക. ഹിന്ദു മാരേജസ് ആക്ട്, ഹിന്ദു സക്സഷൻ ആക്ട്, ഇതുപോലത്തെ 3-4 ആക്ടുണ്ട്. ഇതിൽ ഹിന്ദുക്കളെ സംബന്ധിച്ചതാണല്ലോ ഹിന്ദു മാരേജസ് ആക്ട്. അതിൽ ഹിന്ദു ആരാണെന്ന് നിർവചിച്ചേ പറ്റുള്ളൂ, കാരണം കോടതിയിൽ കേസ് വരുന്നതാണ്. ഇതിൽ ഹിന്ദുവിൻ്റെ നിർവചനം അവർ എഴുതിയിരിക്കുന്നത് മുസ്ലിം അല്ലാത്ത, ക്രിസ്ത്യാനി അല്ലാത്ത, പാഴ്സി അല്ലാത്ത സിറ്റിസൺ, അവനാണ് ഹിന്ദു. പക്ഷേ മോഹൻ ഭാഗവതൊക്കെ പറയുന്നു ഇന്ത്യയിൽ ജനിച്ചവരെല്ലാം ഹിന്ദുക്കളാണ്. ഇത് നിയമത്തിൻ്റെ. RSS പറയുന്നു ഭാരതത്തിൽ ജനിച്ചവരെല്ലാം ഹിന്ദു. ഹെഡ്ഗേവാറിനോട് ആരാണ് ഹിന്ദു എന്നൊരാൾ ചോദിച്ചു എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. കഥയാണ്, ഐതിഹ്യമാണ്, പറഞ്ഞു കേട്ടതാണ്. ഒരു ഡോക്യുമെൻ്ററി എവിഡൻസും ഇല്ല, ഒന്നുമില്ല. എന്നാലും കേൾക്കാം. പക്ഷേ ഹെഡ്ഗേവാറിൻ്റെ സ്വഭാവത്തിന് അദ്ദേഹം കൊടുക്കാനിടയുള്ള ഉത്തരം തന്നെയാണ്. ആരാ ഹിന്ദു എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുന്നവൻ ഹിന്ദു. അച്ഛനും അമ്മയും ഹിന്ദു ആണെങ്കിൽ അവൻ ഹിന്ദു. പിന്നെ ഒരുത്തിനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവനൊരു ഹിന്ദുവാണല്ലോ എന്ന് തോന്നും, അവനും ഹിന്ദു. ഒരുത്തനെ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഇങ്ങനെ ഒരല്പം അപ്പോളജറ്റിക്കായിട്ട്, ഞാൻ പാവമാണ്, ഉപദ്രവിക്കല്ലേ. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്, ഞാനിവിടെ ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ ചേട്ടൻ. ആ ശരീരഭാഷയോടുകൂടി നിൽക്കുന്ന ഒരുത്തിനെ കാണുമ്പോൾ നമുക്ക് അപ്പോഴേ നമുക്ക് തോന്നും ഇവനൊരു, സുനിൽ പറയും ഇവനൊരു ഹിന്ദു ലക്ഷണം. ഇന്നലെ പറഞ്ഞ ആട്ടുകുഞ്ഞല്ലേ. ഈ 3 പേരെയാണ് ഹെഡ്ഗേവാർ ഹിന്ദു എന്ന് വിളിച്ചത് എന്ന് പറയപ്പെടുന്നു. അബ്സല്യൂട്ട്ലി എനിക്ക് ഒരു ഡോക്യുമെൻറ്റോ ഒന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ തലമുറകളായിട്ട് ചില കഥകൾ ഇങ്ങനെ പറഞ്ഞു വരുമല്ലോ. അങ്ങനെ മോഹൻ ഭാഗവത് തന്നെ ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് ഈ കാര്യം പറയുന്നത്. മോഹൻ ഭാഗവതും പറഞ്ഞു, ഇത് പറഞ്ഞു കേട്ട് വന്ന കഥയാണ്, എൻ്റെ കയ്യിൽ ഡോക്യുമെൻ്റ് ഒന്നുമില്ല. ഹെഡ്ഗേവാർ അങ്ങനെ പറഞ്ഞ് ചോദിച്ചത് ആരെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോകും. ബട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഹെഡ്ഗേവാർ പറഞ്ഞത്. RSS അക്സെപ്റ്റഡ് ആയിട്ട് കരുതുന്നത് ഭാരതത്തിൽ ജനിച്ചവരെല്ലാം തന്നെ ഹിന്ദുക്കൾ, അവരാരാധിക്കുന്ന ദൈവം എന്തുമായിക്കോട്ടെ. അപ്പോൾ ഇതെങ്ങനെ RSSൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇല്ലാതെ പോയി? ആരാധിക്കുന്ന ദൈവം വേറെയാണ്, ഭാരതത്തിൽ ജനിച്ചവരെല്ലാം ഹിന്ദു ആണെങ്കിൽ അവർ RSSലേക്ക് വരണ്ടേ? വരുന്നില്ലല്ലോ. അത് ഒരു പ്രശ്നമാണ്. ഈ ഭാരതത്തിൽ ജനിച്ചവരെല്ലാം ഹിന്ദുവാണ് എന്ന് ഞാൻ പറഞ്ഞാൽ പോരില്ല, അവർക്കും കൂടെ സമ്മതമാകണ്ടേ. അറയ്ക്കൽ ബീവിയെ കെട്ടാൻ അരസമ്മതം എന്ന് കേട്ടില്ലേ?
എൻ്റെ ഭാഗത്ത് സമ്മതമാണ്. അറക്കൽ ബീബിയെ കെട്ടാൻ എനിക്ക് സമ്മതമാണ്, പക്ഷേ ബീബി സമ്മതിക്കണില്ല എന്ന് പറയുന്ന പോലെ ഭാരതത്തിൽ ജനിച്ചവരെല്ലാം ഹിന്ദുക്കളെന്ന് RSS പറയുന്നു. പക്ഷേ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം, ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷം അത് സമ്മതമല്ല. എനിക്ക് സമ്മതമാണ്, അവർക്ക് സമ്മതമല്ല. എന്തു ചെയ്യും? അവരെ സമ്മതിപ്പിക്കുക, കൺവിൻസ് ചെയ്യുക. അതിൽ എൻ്റെയും ഒരു പരാജയമുണ്ട്, അവരുടെയും ഒരു മുൻകൈ എടുക്കാനൊരു മടി, ഒരു സംശയം, ഒരു മെൻ്റൽ ബ്ലോക്ക് അവർക്കും ഉണ്ട്. ആ മെൻ്റൽ ബ്ലോക്ക് മാറ്റാനായിട്ട് മുൻകൈ എടുക്കുന്നതിൽ എനിക്ക് സംഭവിച്ച പരാജയമുണ്ട്. ഇത് രണ്ടും ചേർന്നിട്ടാണ് ഈ വിഭാഗങ്ങൾ RSSുമായിട്ട് അടുക്കാൻ ഇപ്പോഴും മടിച്ചു നിൽക്കുന്നത്. അത് മെല്ലെ മാറി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് അറ്റംപ്റ്റ്സ് നടന്നു, പിന്നെ അത് ഫോളോ അപ്പ് നടന്നില്ല. പലതവണ ക്രിസ്ത്യാനികളുമായിട്ട് ചർച്ച നടന്നു. ഇവിടെ നമ്മുടെ പാലായിൽ ഭരണങ്ങാനത്ത് ജോസഫ് പുലിക്കുന്നേലാണ് അതിന് മുൻകൈ എടുത്തത്. അപ്പോൾ ജോസഫ് പുലിക്കുന്നേൽ മരിച്ചുപോയി. അന്ന് RSSൽ നിന്ന് അതിന് മുൻകൈ എടുത്തത് സർസംഘചാലക് സുദർശനായിരുന്നു. ബട്ട് പിന്നീട് ഫോളോ അപ്പ് ഉണ്ടായില്ല. ഫോളോ അപ്പ് ഉണ്ടാകാഞ്ഞത് ആരുടെ കുറ്റം? ഒരുപക്ഷെ ഒരു കോർഡിനേറ്റർ ഇല്ലാതെ പോയതിൻ്റെ കുറ്റം, അല്ലെങ്കിൽ രണ്ടുപേരുടെയും കുറ്റം, ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ RSSൻ്റെയും കുറ്റം. എന്ത് വാങ്ങിക്കണം? കുറ്റമല്ല, വാസ്തവത്തിൽ ഇതൊക്കെ കുറവാണ്, നികത്തേണ്ട കുറവുകളാണ്, ക്രൈമൊന്നുമല്ല. അപ്പോൾ ആ കുറവുകൾ നികത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദീസ് കമ്മ്യൂണിറ്റീസ് വിൽ കോപ്പറേറ്റ് വിത്ത് RSS, ദേ വിൽ അണ്ടർസ്റ്റാൻഡ് വൺ ഡേ. അപ്പോൾ ഇതാണ് സത്യാവസ്ഥ. പിന്നെ നിങ്ങൾക്ക് തർക്കിച്ച് തോൽപ്പിക്കാൻ ഞാൻ ഗാന്ധിയുടെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർക്കിത് അറിഞ്ഞു പോലും കൂടാ. ഞാൻ സനാതനി ഹിന്ദുവാണ് എന്ന് ഗാന്ധിജി ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ KC വേണുഗോപാൽ ഞെട്ടിപ്പോവും. ആ വലിയ പ്രശ്നം KC വേണുഗോപാലിന് പറയാൻ പറ്റുമോ? ഞാൻ ഹിന്ദുവാണ്, സനാതനി വിടുക, ഞാൻ ഹിന്ദുവാണ് എന്നൊന്ന് പറഞ്ഞ് കേൾപ്പിക്കാമോ വേണുഗോപാലിനെ കൊണ്ട്? കേരളത്തിൽ വരണം, എന്നിട്ട് പറയണം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിട്ട് പറയണം ഐ എം എ ഹിന്ദു. രാജസ്ഥാനിൽ പോയി പറഞ്ഞു ഐ എം എ ജനുധാരി ഹിന്ദു. പൂണൂലിട്ട ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഈ ജുബൈക്ക് മുകളിൽ കൂടെ പൂണൂലിട്ടു. സാറിന് എല്ലാവരും അകത്തായി ഇടുന്നത്, ഇത് മുകളിൽ കൂടെ ഇട്ടു. ഈ സർക്കസൊക്കെ കാണിച്ചു. എന്നിട്ടും അദ്ദേഹം ഹിന്ദുവാണ്. ആളുകൾക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണെന്നുള്ളത്. നിങ്ങൾ ഈ 24 മണിക്കൂർ ഹിന്ദുക്കളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞ് ആരെങ്കിലും സമ്മതിച്ചു തരുക? നോ. ഇതാണ് മൊത്തത്തിൽ ഇവരുടെ ഡയലോഗിൽ സംഭവിച്ച കുഴപ്പങ്ങൾ. പിന്നെ ഇത് എത്രയോ വർഷമായിട്ട് ഈ കുഴപ്പങ്ങൾ സംഭവിക്കുന്നു. പുതിയതായിട്ട് ഒന്നും തന്നെ ഇവർ പറഞ്ഞിട്ടില്ല. ഒക്കെ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അത് പല ഭാഷയിൽ ഈ ചിത്രങ്ങൾ സഹിതം ചില കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞൊപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ചിത്രൻ്റെ പടമൊക്കെ ആയിട്ട് വന്നത്. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി ഒരു ബ്ലാസ്ഫെമി കൂടെ അതിൽ നടത്തി. ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അവർ പ്രാർത്ഥിക്കുമ്പോൾ അഭയമുദ്ര കാണിക്കുന്നു. അഭയമുദ്ര, ഇത് അഭയമുദ്ര അല്ല. ഇസ്ലാമിൽ അഭയമുദ്ര എന്നുള്ള വാക്ക് തന്നെ ഷിർക്കാണ്, ഹറാമാണ്. നിങ്ങളാരാ അഭയം കൊടുക്കാൻ? അല്ലാഹുവിന് മാത്രമേ അഭയം കൊടുക്കാൻ പറ്റുള്ളൂ. മനുഷ്യനല്ലേ ഇങ്ങനെ കൈ കാണിക്കുന്നത്, അല്ലാഹു അല്ലല്ലോ. അല്ലാഹുവിന് രൂപമില്ല. അപ്പോൾ വാസ്തവത്തിൽ അല്ലാഹുവിനെ അപമാനിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. അല്ലാഹുവിന് ഉള്ള ആട്രിബ്യൂട്ട് സാധാരണ മനുഷ്യന് കൽപ്പിച്ചു കൊടുത്തു. ഇത് ഇസ്ലാമിക പണ്ഡിതന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷേ അവർ മിണ്ടുകില്ല. കാരണം ആളും നമ്മുടെയാണ്. അതെ അതെ. ഇസ്ലാമും ആളും തരമൊക്കെ നോക്കി ഇതേ കാര്യം, ഇതേ ഉദാഹരണം മോദി പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അമ്മേ, മോദിയുടെ പേരിൽ 295A വെച്ച് കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി തന്നെ 295A അല്ലല്ലോ, ഇപ്പോൾ അത് 299 ആയി ഭാരതീയ BNSൽ. ഇത് സംഭവിച്ചതന്നെ രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ, ഹി ക്യാൻ. ഈ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഭയമുദ്ര എന്താണ് എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിഞ്ഞുകൂടാ. അതൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു, അത് ചീറ്റിപ്പോയി. ഇറ്റ്സ് ഓൾ. എനിക്കിതിലൊരു വിഷമം തോന്നി. സ്പീക്കർ കുറേ അധികം ഇദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ, വാചകങ്ങൾ എക്സ്പെൻഡ് അത് ചെയ്യരുതായിരുന്നു. അത് റെക്കോർഡായിട്ട് കിടക്കണം. ദിസ് വാസ് രാഹുൽ ഗാന്ധി എന്ന് പിൻതലമുറയ്ക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് റെക്കോർഡിൽ കിടക്കണം. അത് കിടന്നോട്ടെ. വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? ലെറ്റ് ഹിം. ഹിന്ദുക്കളെ എത്രയോ പേര് എന്തെല്ലാം ചീത്ത പറഞ്ഞിരിക്കുന്നു. ഓക്കെ, രാഹുൽ ഗാന്ധിയും പറഞ്ഞു, അത് കിടക്കട്ടെ റെക്കോർഡിൽ. എങ്കിലേ 10 കൊല്ലം കഴിയുമ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റും നിങ്ങൾ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പോൾ മാറ്റി പറയരുത് എന്ന് പറയാൻ. ഇപ്പോൾ നിങ്ങളുടെ റെക്കോർഡില്ല, യൂട്യൂബും ഇല്ല. കാരണം എക്സ്പെൻഡ് ചെയ്ത സാധനം യൂട്യൂബിൽ നിന്നും കട്ട് ചെയ്ത് കളയും ലോക്സഭ TV. സോ യു ആർ നോ വെയർ നൗ, ദർ ഇസ് നോ റെക്കോർഡ് ദാറ്റ് ഹി ഹാസ് സ്പോക്കൺ ലൈക്ക് ദിസ്. അതെന്താ സ്പീക്കർ അങ്ങനെ ചെയ്യാൻ കാര്യം എനിക്ക് മനസ്സിലാവണില്ല. രാഹുൽ ഗാന്ധി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, തീരുമാനം പുനഃപരിശോധിക്കണമെന്ന്.
അത് ചെയ്യണം. അത് റീഇൻസ്റ്റേറ്റ് ദാറ്റ്. ഇവർ വിളിച്ച് തെറിയും ചീത്തയും തെമ്മാടിത്തരവും മുഴുവൻ റെക്കോർഡിൽ കിടക്കണം. ടിജി, ഏതായാലും ഞാൻ രാഹുൽ ഗാന്ധിയോട് വളരെ താങ്ക്ഫുള്ളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നേരം ഇരുന്ന് നന്ദി രാഹുൽ. നന്ദി രാഹുൽ എന്തും പറയാം. കാരണം ഇത്രയും വളരെ ഇൻഫോർമേറ്റീവാണ്. എനിക്ക് ഉൾപ്പെടെ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർക്കുള്ള സംശയങ്ങളാണ് ടി ജി ദൂരീകരിച്ചത്. അല്ല, എനിക്ക് അതിലൊരു കാര്യം കൂടെ ഉണ്ട്. രാഹുൽ ഗാന്ധി, എനിക്ക് ഈ മോദിയുടെ പ്രസംഗം മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. മോദിയുടെ പ്രസംഗത്തിനിടയ്ക്ക് രാഹുൽ ഗാന്ധി കൂവിയോ അറിയില്ല. കൂവിയെന്ന് ഒരുപാട് പേരെന്നെ വിളിച്ചു പറഞ്ഞു. ടി വിയിൽ കണ്ടു ആ കൂവൽ. അപ്പോൾ ആ കൂവൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂവുന്നു. നമ്പർ 2, ഈ ലോക്സഭയിൽ ഇരിക്കുമ്പോൾ ചാരുമല്ല, അതിലിങ്ങനെ കൈവച്ച് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി ദീർഘനേരം വരുന്നത്. പുറകോട്ട് നോക്കുന്നു, പല ആക്ഷൻസ് കാണിക്കുന്നതൊക്കെ ചെയ്യുന്നു. അതിൻ്റെ കൂടെയാണ് കൂവിയത്. ആ കൂവലുണ്ടെങ്കിൽ അതിൻ്റെയും ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കേണ്ടതാണ്. എനിക്കത് കാണാൻ പറ്റിയില്ല. പക്ഷേ ത്രൂ ഔട്ടിരുന്ന് കണ്ട മോദി ഭക്തന്മാരുണ്ടല്ലോ, കംപ്ലീറ്റ് ഇരുന്ന് കാണും അങ്ങനെ ടി വി വെച്ചിട്ട്. അവർ അങ്ങനെയുള്ള ഞാൻ മോദി ഭക്തൻ എന്ന് പറയുന്നത് മോശക്കാരെന്നുള്ള അർത്ഥത്തിലല്ല, ത്രൂ ഔട്ട് വാച്ച് ചെയ്യും അവർ. എനിക്ക് മോദി ആയാലും ശരി, യേശുദാസിൻ്റെ ഗാനമേളയാണെങ്കിലും ശരി, ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് മുഷിയും. ഒരിടത്ത് കുത്തിയിരിക്കാൻ പ്രയാസമാണ്. അതെൻ്റെ ഒരു ദൗർബല്യമാണ്, അവരുടെ കുറ്റമൊന്നുമല്ല. അപ്പോൾ മോദിയുടെ പ്രസംഗം അങ്ങനെ മുഴുവൻ നിൽക്കും. അതിനിടയ്ക്ക് അവർ പറഞ്ഞു, ക്യാമറ ഈ ലോക്സഭയിലും ഇപ്പം നിയമസഭയിലും ചെയ്യുന്നത് സംസാരിക്കുന്ന ആളുടെ നേർക്ക് ക്യാമറ ഇങ്ങനെ വയ്ക്കും, ബാക്കിയുള്ളവരെ ആരെയും കാണിക്കുന്നില്ല. അതും ഒരു ശരിയായ കാര്യമല്ല. കാണിക്കണം. നേരത്തെയൊക്കെ ലോക്സഭ ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക് കംപ്ലീറ്റ് അവിടെ നടക്കുന്നത് എന്താണെന്ന്. ഇന്നലെ ഓപ്പോസിഷൻ ചെയ്തത് എന്താ, 20 പേരുടെ ഗ്രൂപ്പാക്കി തിരിച്ചു. ഒരു ഗ്രൂപ്പ് ബഹളം വെച്ചുകൊണ്ടേയിരിക്കും അരമണിക്കൂർ, അല്ലെങ്കിൽ അവർ തളരുന്നവരെ. അവർ തളർന്നു കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പ് ബഹളം തുടങ്ങും. അവർ തളർന്നുമ്പോൾ അതിൻ്റെ അടുത്ത ഗ്രൂപ്പ്. അത് കഴിയുമ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് വീണ്ടും റെഡിയായി, ചായയൊക്കെ കുടിച്ച് റെഡിയായും ഇവർ ബഹളം വയ്ക്കും. ഇങ്ങനെ ത്രൂ ഔട്ട് ബഹളം വെച്ചുകൊണ്ടിരുന്നു. ബഹളം വെച്ചവർക്ക് രാഹുൽ ഗാന്ധി സ്വീറ്റ്സ് കൊടുത്തു. കാരണം ബഹളം വയ്ക്കാൻ തയ്യാറെടുത്തവരെ കൊണ്ടുവന്നത് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് ആരും കേൾക്കരുത്, അത്രയധികം ബഹളം വയ്ക്കണം. പക്ഷെ ബഹളത്തിന് മൈക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആംപ്ലിഫൈഡ് ബഹളം വയ്ക്കണം, എങ്കിലേ കേൾക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്താണ് രാഹുൽ ഗാന്ധി വന്നത്. രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോഴും ബഹളമുണ്ടായി, ബട്ട് കുറച്ച് ബഹളമുണ്ടായി, പിന്നെ അടങ്ങി. അമിത്ഷാ ഇടയ്ക്ക് ഇടപെട്ടു, പ്രധാനമന്ത്രി ഇടപെട്ടു, ഇടയ്ക്ക് കുറേ പേര് ബഹളം വെച്ചു. അത് നിൽക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് പ്രസംഗം അൺഇൻറ്ററപ്റ്റഡായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. ബട്ട് പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോഴോ ത്രൂ ഔട്ട് കൂവലും മുദ്രാവാക്യം വിളിയായിരുന്നു. നേരെ ചൊവ്വയാതൊന്നും കേൾക്കാൻ പറ്റിയില്ല. ഇടയ്ക്ക് വെച്ച് ഞാൻ നിർത്തിപ്പോകാൻ ഒരു കാരണം ഈ സൈഡിലുള്ള ഈ ബഹളമാണ്. അപ്പോൾ അതിന് പരിഹാരം എന്താ? സാധാരണ മനുഷ്യർ പറയും, സ്പീക്കറോട് ആവശ്യപ്പെടും, മാർഷലിനെ പിടിച്ച് വിമാരെയൊക്കെ പിടിച്ച് പുറത്താക്കുന്നത്. പുറത്താക്കി കഴിഞ്ഞാൽ പുറത്താക്കി എന്ന് പറഞ്ഞ് അല്ല, സ്പീക്കർ പറഞ്ഞു 5 വർഷവും ഈ പണിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതരുത് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ബട്ട് ഇറ്റ്സ് എ ഡിസ്റ്റർബിങ് തിങ്. ഇങ്ങനെയൊന്നും അല്ല ഈ രാഹുൽ ഗാന്ധി പെരുമാറുന്നത്. പക്ഷേ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, അതെ, ലോക്സഭ നടക്കുന്ന പ്രശ്നമില്ല. ആകെ എനിക്കിതിൽ അത്ഭുതം തോന്നിയെന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അഡാനിയില്ല. എവിടെ പോയി അഡാനി? ചിക്കിലി വല്ലതും കിട്ടിയോ? ഞാൻ വലിയ 20,000 കോടി രൂപ ചുമ്മാ നരേന്ദ്രമോദിക്ക് കൊടുത്തു എന്നാണ് ആരോപണം. നരേന്ദ്രമോദി പറഞ്ഞു, വേണ്ട, ഇത്രയും ഇരിക്കട്ടെ, എൻ്റെ ഒരു സന്തോഷം, പിടിക്കുക ചേട്ടാ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു എന്നാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ലോക്സഭയിലും ഒക്കെ പറഞ്ഞു. ഇപ്പം ആരോപണം എവിടെ പോയി? അഡാനിയില്ല. വേറൊന്ന്, ഈ നമ്മുടെ എക്സിറ്റ് പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു, അതിന് JPC വേണമെന്ന് ഞാൻ വിചാരിച്ചു. ആദ്യത്തെ ദിവസം അതിനായിരിക്കും അടിയുന്നത്. ആ പ്രശ്നമേ വേണ്ടിയില്ല. ഷെയർ മാർക്കറ്റിന് പോയി. മാത്രമല്ല, ഷെയർ മാർക്കറ്റ് ഇന്നലെ വല്ലാതെ കുതിച്ചു കയറിയെന്ന് എനിക്ക് ഞാൻ ഷെയർ മാർക്കറ്റിൽ എനിക്കത് മനസ്സിലാവാറുമില്ല ആ കളി എന്താണെന്ന്. എനിവേ, അത് കുതിച്ചു കയറി എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ വലിയ വാർത്തയാണ്. മോദിയുടെ പ്രസംഗത്തിന് ശേഷം ഷെയർ മാർക്കറ്റിൽ വല്ലാതെ കുതിച്ചു കയറ്റം. ഇതാണ്. അപ്പോൾ അത് 2 പോയിൻ്റ് ഇദ്ദേഹം എടുത്തില്ല. പകരം ഈ ഹിന്ദുവിനെ ആക്രമിക്കുക, RSSനെ ആക്രമിക്കുക, ആ തലത്തിലാണ് നിന്നത്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എടുക്കുമായിരിക്കും. പക്ഷേ ഇനി എന്നാൽ ലോക്സഭ കൂടുന്നത് ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞല്ല, ഇനി കുറേ നാൾ കഴിഞ്ഞിട്ടില്ലേ കൂടുകയുള്ളൂ. അപ്പോൾ നോക്കാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.